ക്രിസ്തുമസിന്റെ തിരക്കൊക്കെ കഴിഞ്ഞിട്ട് എല്ലാവരും പുതിയ വർഷത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് അല്ലെ. അപ്പോ നമ്മുടെ സങ്കടങ്ങളും ദുഃഖങ്ങളും അതുപോലെ തന്നെ നേട്ടങ്ങളും തകർച്ചകളും ഒക്കെ തന്നിട്ട് ഈ ഒരു വർഷം നമ്മളിൽ നിന്ന് പോകാൻ തുടങ്ങുകയാണ്. അപ്പോൾ ഈ പുതുവർഷത്തിന് വേണ്ടി കാത്തിരിക്കുന്ന ഈ സമയം കൊണ്ട് നമ്മുടെ ഇംഗ്ലീഷ് നിങ്ങൾ മറന്നു പോകരുത്. അപ്പോൾ നമ്മൾ ഇന്ന് ഇംഗ്ലീഷ് ക്ലാസ്സുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഈ ഒരു ക്ലാസ് പഠിച്ചാൽ മതി കേട്ടോ. അത്യാവശ്യം പിടിച്ചു നിൽക്കാൻ നിങ്ങളെ കൊണ്ട് പറ്റും. അതായത് കൂടുതൽ ആൾക്കാരും ചോദിക്കും, നമുക്ക് ഇംഗ്ലീഷ് സംസാരിക്കുമ്പോൾ ഡു യു ആണോ ചേർക്കേണ്ടത്, ആർ യു ആണോ ചേർക്കേണ്ടത്? അത് പലർക്കും ഒരു പ്രശ്നമായിട്ട് പലരും ബുദ്ധിമുട്ടുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓർത്തു വെക്കുക, ഒന്ന് രണ്ട് ചെറിയ ടിപ്സ് നിങ്ങൾക്ക് പറഞ്ഞു തരാം. ഡു യു ഉപയോഗിക്കുമ്പോൾ ഡു യു കഴിഞ്ഞാൽ നമുക്ക് വേർബ് ഫസ്റ്റ് ഫോമാണ് വരിക. ഡു യു ഉപയോഗിച്ചു കഴിഞ്ഞാൽ നമുക്കൊരു അഡ്ജക്റ്റീവ് വരില്ല, നമുക്കൊരു നൗണ് വരില്ല. നമുക്ക് എന്ത് മാത്രമേ വരുള്ളൂ? വേർബ് മാത്രമേ വരുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോടൊന്ന് ചോദിക്കട്ടെ, എന്താണ് വേർബ്? നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികൾക്കാണ് നമ്മൾ വേർബ് എന്ന് പറയുന്നത് അല്ലെ. അത് നിങ്ങൾ ഓർത്തു വെക്കാം. അപ്പോൾ വേർബിന്റെ ബേസ് ഫോമാണ്. അപ്പോ നമ്മൾ ചെയ്യുന്ന ഡെയിലി ചെയ്യുന്ന കാര്യങ്ങള്, പിന്നെ നമ്മുടെ പ്രപഞ്ച സത്യങ്ങൾ എന്നൊക്കെ പറയില്ലേ, മാറ്റമില്ലാത്ത കാര്യങ്ങള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചോദിക്കാനാണ് നമ്മുടെ ശീലങ്ങള്, ഇതൊക്കെ ചോദിക്കാനാണ് നമ്മൾ ഡു യു ഉപയോഗിക്കുന്നത്. നമ്മുടെ ശീലങ്ങൾ ചോദിക്കണമെങ്കിൽ നമ്മൾ ഡു യു ഉപയോഗിക്കണം. മാറ്റമില്ലാത്ത കാര്യങ്ങൾ ചോദിക്കണമെങ്കിൽ നമ്മൾ ഡു യു ഉപയോഗിക്കണം. അവിടെയൊന്നും അറിയല്ല. ഒന്നും കൂടെ ഇതൊക്കെ നിങ്ങൾ ചിലപ്പോൾ മറന്നു പോയേക്കാം. പക്ഷേ ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്താണ്? ഡു യു നമ്മൾ ചേർത്ത് കഴിഞ്ഞാൽ അവിടെ ഒരു വേർബിന്റെ ബേസ് ഫോം മാത്രമേ വരികയുള്ളൂ. അത് ഓർത്തിരിക്കാൻ വലിയ ബുദ്ധിമുട്ടില്ലല്ലോ. അതെല്ലാവർക്കും വളരെ സിമ്പിൾ ആയിട്ട് ഓർത്തിരിക്കാം. അപ്പോ നമ്മൾ എക്സാമ്പിൾസ് നോക്കാം. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഞാൻ പറഞ്ഞു, നമ്മൾ ഡു യു ചേർത്ത് കഴിഞ്ഞാൽ നമുക്ക് വേർബ് മാത്രമേ ഉപയോഗിക്കാൻ പറ്റുള്ളൂ, വേറെ ഒന്നും നമുക്ക് ഉപയോഗിക്കാൻ പറ്റത്തില്ല. അതും വേർബ് എന്തായിരിക്കണം? ബേസ് ഫോം തന്നെയും ആയിരിക്കണം. ഡു യു സ്പീക്കിംഗ് ഇംഗ്ലീഷ് എന്ന് ചോദിച്ചാൽ തെറ്റിപ്പോകും. ഞാൻ പറഞ്ഞത് എന്താ? വേർബിന്റെ ബേസ് ഫോം. അതിനകത്ത് ഒന്നും ചേർക്കില്ല, നമ്മൾ ഒന്നും ചേർക്കണ്ട. എന്താണോ ബേസ് ഫോം അത് മാത്രം, അല്ലാണ്ട് അതിനകത്തോട്ട് പോയിട്ട് ഒന്നും ചേർക്കേണ്ട കാര്യമില്ല. ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? വാട്ട് ഇസ് ദ മീനിങ്? നീ ഇംഗ്ലീഷ് സംസാരിക്കുമോ? നിനക്ക് ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഡു യു ചേർത്ത് നമുക്ക് ചോദിക്കണമെങ്കിൽ അത് നമ്മുടെ ഒരു ഹാബിറ്റിനെ കുറിച്ച് ചോദിക്കണം, നമ്മുടെ ഡെയിലി റുട്ടീൻ ആയിരിക്കണം, മാറ്റമില്ലാത്ത കാര്യമായിരിക്കണം, നമ്മുടെ ഒരു ശീലമായിരിക്കണം. നമ്മുടെ ഒരു ശീലമായിട്ട് നമ്മൾ മറ്റൊരാളോട് ചോദിക്കുകയാണ്, ഡു യു സ്പീക്ക് ഇംഗ്ലീഷ്? ഇംഗ്ലീഷ് സംസാരിക്കാറുണ്ടോ? ഓക്കെ. പിന്നെ നിനക്ക് ചായ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടീ? ഡു യു ലൈക്ക് ടീ? ചായ ഇഷ്ടമാണോ എന്ന് ചോദിക്കുമ്പോൾ നമ്മൾ ഇന്നൊരു ദിവസത്തെ കാര്യമാണോ ചോദിക്കുന്നത്? അല്ല. അതാണ് നമ്മൾ അതിനകത്ത് മനസ്സിലാക്കേണ്ടത്. ചായ ഇഷ്ടമാണോ നമ്മൾ ചോദിക്കുന്നത് എന്നത്തെ? അവരുടെ ശീലം. നിങ്ങൾക്ക് ചായ ഇഷ്ടമാണോ എന്നൊരു ശീലം നിങ്ങൾക്കുണ്ടോ? ഡു യു ലൈക്ക് ടീ? അവിടെ നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്താണ്? ഡു യു ആണ്. അതുപോലെ തന്നെ ലൈക്കിംഗ് എന്നില്ല, ഡു യു ലൈക്ക് ടീ, ഇതാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. ഇനി ഡു യു കുക്ക് എവരിഡേ? എല്ലാ ദിവസവും നീ കുക്ക് ചെയ്യോ? അപ്പൊ ആർ യു കുക്ക് എവരിഡേ എന്നൊന്നും ചോദിക്കില്ല. അതെന്താണ്? ഡു യു കുക്ക് എവരിഡേ? അവരുടെ ഒരു ശീലമായിട്ടാണ് നമ്മൾ ചോദിക്കുന്നത്. അപ്പൊ നിങ്ങൾ നോക്കൂ, കുക്ക് നമ്മൾ ഉപയോഗിച്ചു, ഡു യു ലൈക്ക് നമ്മൾ ഉപയോഗിച്ചു, പിന്നെ നമ്മൾ എന്താ പറഞ്ഞത്? പിന്നെ ഡു യു സ്പീക്ക് ഉപയോഗിച്ചു. അപ്പൊ ലൈക്ക്, സ്പീക്ക്, കുക്ക് ഇതൊക്കെ എന്താ? വേർബാണല്ലേ. ഇതൊക്കെ പ്രവൃത്തികളാണ്. അപ്പൊ ഞാൻ പറഞ്ഞു, ഡു യു കഴിഞ്ഞിട്ട് വേർബ് മാത്രമേ വരികയുള്ളൂ. അവിടെ നമുക്കൊരു അഡ്ജക്റ്റീവോ നൗണോ ഒന്നും കൊണ്ടുപോയി ചേർക്കാൻ പറ്റത്തില്ല. അതുപോലെ തന്നെ ഒരു വേർബിന്റെ ING ഫോം ചേർക്കാൻ പറ്റത്തില്ല. ഇതൊന്നും നമുക്ക് പറ്റത്തില്ല. ഓർത്ത് വെക്കണം കേട്ടോ. അപ്പൊ ഡു യു എവിടെ ചേർക്കുന്നു മനസ്സിലായല്ലോ? മനസ്സിലായി. അപ്പോ ഇനി എവിടെയാണ് ആർ യു ചേർക്കുക? ആർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം, ആണ് എന്ന അർത്ഥത്തിലാണ് നമ്മൾ ചേർക്കുന്നത്. അത് ഇപ്പോൾ
അങ്ങനെയാണോ എന്ന് ചോദിക്കാനാണ് നമ്മൾ ഡു യു നമ്മൾ ചോദിച്ചത് ഇപ്പോഴത്തെ ഒരു കാര്യമായിട്ടല്ല നമ്മൾ ചോദിച്ചത്. ഡു യു നമ്മൾ ചോദിക്കുന്ന അവരുടെ സ്വഭാവം എന്ന് പറയാൻ പറ്റത്തില്ല അല്ലേ, അതിനെന്താ പറയുന്നത്, ശീലങ്ങൾ അങ്ങനെയൊക്കെയാണോ എന്നാണ് നമ്മൾ ചോദിക്കാൻ വേണ്ടിയിട്ടാണ് ഡു യു ഉപയോഗിക്കുന്നത്. പക്ഷെ ആർ യു ഉപയോഗിക്കുന്നത് ഇപ്പോൾ ഇങ്ങനെയാണോ, ഓർത്തു വെക്കുക, ഇപ്പോൾ ഇങ്ങനെയൊക്കെയാണോ എന്ന് ചോദിക്കാൻ ആർ യു ഉപയോഗിക്കുന്നത്. ഡു യു ഉപയോഗിക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവിടെ വേർബ് മാത്രമേ പറ്റത്തുള്ളൂ എന്ന് മാത്രമല്ല വേർബിന്റെ ബേസ് ഫോം തന്നെ വേണമെന്ന് പറഞ്ഞു. പക്ഷേ ആർ യു നമ്മൾ ഉപയോഗിക്കുമ്പോൾ ആർ യു കഴിഞ്ഞിട്ട് നൗൺ വരാം, അഡ്ജക്റ്റീവ് വരാം, വേർബ് ING ഫോമിൽ മാത്രം, ബേസ് ഫോം അല്ല, ഓർത്ത് വെക്കണം കേട്ടോ. ആർ യു കഴിഞ്ഞാൽ അഡ്ജക്റ്റീവും വരാം, അല്ലെങ്കിൽ നൗൺ ആയിരിക്കാം, ഓർ വേർബ് അഡ്ജക്റ്റീവ് ആയിരിക്കാം. വേർബ് തന്നെ വരാവുള്ളൂ എന്നൊന്നും നിയമമില്ല. വേർബാണ് വരേണ്ടതെങ്കിൽ അത് INGയിലായിരിക്കണം. ഒരുപക്ഷെ അഡ്ജക്റ്റീവ് ആയിരിക്കാം, പെർഹാസ് നൗൺ ആയിരിക്കാം, എന്തെങ്കിലും അവിടെ വന്നിരിക്കാം. പക്ഷെ വേർബാണെങ്കിൽ നിങ്ങൾ ശ്രദ്ധിക്കണം, അതെപ്പോഴും ING. കാരണം ഇപ്പോൾ അങ്ങനെയാണോ എന്ന് ചോദിക്കാം. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, അഡ്ജക്റ്റീവ് വരാം, ആർ യു കഴിഞ്ഞിട്ട് അഡ്ജക്റ്റീവ് വരാം, ആർ യു കഴിഞ്ഞിട്ട് വേർബ് ING വരാം, നൗൺ വരാം. ഇനി ഞാൻ പറഞ്ഞു നമ്മൾ ഡു യു ഉപയോഗിക്കുന്നത് നമ്മുടെ ഹാബിറ്റിനൊക്കെ വേണ്ടിയിട്ടാണ്, ട്രൂത്ത് ഒക്കെ പറയാനാണ്. പക്ഷെ ആർ യു നമ്മൾ ഉപയോഗിക്കുന്നത് നമ്മുടെ ഫീലിംഗ് എന്താണ്. ആർ യു ഹാപ്പി, നിങ്ങൾ സന്തോഷവതിയാണോ, ആർ യു ഹാപ്പി, ഡു യു ഹാപ്പി എന്ന് ചോദിക്കാൻ പറ്റും. പെട്ടെന്ന് കമന്റ് ബോക്സിൽ ചെയ്യൂ, ഡു യു ഹാപ്പി എന്ന് ചോദിക്കാൻ പറ്റും. ഹാപ്പി ഒരു വേർബാണോ, സന്തോഷം എന്നുള്ളൊരു വേർബല്ല, അതിങ്ങനെ പ്രവർത്തിയാ അല്ല. ഞാൻ പറഞ്ഞു ഡു യു കഴിഞ്ഞാൽ പ്രവൃത്തി മാത്രമേ പറ്റത്തുള്ളൂ. അപ്പൊ നമുക്ക് പക്ഷെ ചോദിക്കേണ്ടത് പ്രവൃത്തിയല്ല, ഫീലിങ്സ് ആണ് ചോദിക്കേണ്ടത്. അപ്പൊ ഓർത്ത് വരിക, അവിടെ നമുക്ക് എപ്പോഴും ആർ യു തന്നെയാണ് വരേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ പറഞ്ഞു തരുന്നത്? ബുദ്ധിമുട്ടുണ്ടോ നിങ്ങൾക്ക്? അപ്പോ ഞാൻ കഴിഞ്ഞൊരു ദിവസം ലൈവ് ക്ലാസ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ, എങ്ങനെ നമുക്ക് ഒരാളുടെ മുമ്പിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യാം എന്നുള്ളത്. അപ്പൊ അത് നിങ്ങളൊന്ന് കണ്ടു നോക്കണം കേട്ടോ, ലൈവായിരുന്നു, അതുകൊണ്ട് തന്നെ നിങ്ങളൊന്ന് കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ആർ യു ഹാപ്പി, ആർ യു ടയേർഡ്, ക്ഷീണിതയാണോ നിങ്ങൾ? അതേപോലെ ആർ യു കോൺഫിഡൻറ്റ് ഉണ്ടോ? അതൊക്കെ എന്താ, അതൊന്നും വേർബല്ല, അതെല്ലാം നമ്മുടെ ഉള്ളിലുള്ളൊരു ഫീലിങ്സ് ആണ്. നമുക്ക് സന്തോഷവാനാണോ, ദുഃഖിതയാണോ, ക്ഷീണിതയാണോ, ഇതൊക്കെ നമുക്ക് ചോദിക്കണമെങ്കിൽ ഒരിക്കലും നിങ്ങൾ ഡു യു ഹാപ്പി, ഡു യു ടയേർഡ് ഒക്കെ തെറ്റാണ്. ആർ യു എന്ന് തന്നെ നിങ്ങൾ ചോദിക്കണം. അപ്പൊ നമുക്ക് അഡ്ജക്റ്റീവ് വരണമെങ്കിൽ ആർ യു എന്ന് ചോദിക്കും. അതെന്തിനാണ് ആർ യു നമ്മൾ ചോദിക്കുന്നത്? ഇപ്പോഴത്തെ അവസ്ഥ അങ്ങനാണോ, അതിനാണ് കേട്ടോ. ഇനി നമ്മൾ പറഞ്ഞു ING ചേർക്കാം. ഒരാൾ ഉറങ്ങുക, അപ്പൊ നമ്മൾ ചോദിക്കും ആർ യു സ്ലീപ്പിംഗ് നൗ, നീ ഇപ്പൊ ഉറങ്ങുവാണോ? ആർ യു സ്ലീപ്പ് നൗ ചോദിച്ചാൽ തെറ്റി. ആർ യു സ്ലീപ്പിംഗ് നൗ എന്ന് ചോദിക്കണം. ഇപ്പോൾ നീ ഉറങ്ങുവാണോ? ആർ യു സ്ലീപ്പിംഗ്, നീ ഉറങ്ങുവാണോ ഇപ്പോൾ? അവിടെ ഒരു നൗ എന്ന് പറഞ്ഞ വാക്കുണ്ടല്ലോ, അവിടെ അത് മിണ്ടാതെ സൈലന്റ് ആയിട്ട് കിടപ്പുണ്ട് കേട്ടോ. അത് നമ്മൾ ആർ യു ഉപയോഗിച്ചിട്ട് എന്ത് ചോദ്യവും നമുക്കെതിരെ വന്നാൽ നമ്മൾ കരുതി വെക്കണം, അവിടെ നൗ എന്നൊരു സാധനം ഒളിഞ്ഞു കിടപ്പുണ്ട്. കാരണം ചോദിക്കുന്ന ആർ യു വെച്ച് ചോദിക്കുന്നത് ഇപ്പോഴത്തെ കാര്യമാണ്. ആർ യു റീഡിംഗ് ബുക്ക്, പുസ്തകം വായിക്കുകയാണോ നീ? പുസ്തകം വായിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾ കണ്ടിട്ടാണ് നമ്മൾ ചോദിക്കുന്നത് ആർ യു റീഡിംഗ് ബുക്ക്, നീ പുസ്തകം വായിക്കുകയാണോ? ഇനി എന്താ ചോദിക്കേണ്ടത്? നിങ്ങൾക്ക് അറിയാലേ. ആർ യു ടേക്കിംഗ് വീഡിയോ എടുക്കണോ നീ? എന്നോട് ഇപ്പൊ വീഡിയോ എടുക്കുമ്പോ ഒരാൾ വന്ന് ചോദിച്ചിട്ട് പോയതേ ഉള്ളൂ. ആർ യു ടേക്കിംഗ് വീഡിയോ എടുക്കണോ? അതിപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ്, ഇപ്പോൾ ഞാൻ ചെയ്യുന്ന കാര്യമാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അഡ്ജക്റ്റീവ് വന്നു, വേർബ് ING വന്നു. ഇനി നമുക്ക് എന്ത് വരണം? നൗൺ വരണം എന്ന് പറഞ്ഞു. ആർ യു എ ടീച്ചർ, നിങ്ങളൊരു ടീച്ചറാണോ? ഡു യു എ ടീച്ചർ, തെറ്റി. എന്നുള്ള റെഡ് അലാം വരണം അവിടെ അല്ലെ, തെറ്റി. ആർ യു എ ടീച്ചർ, നിങ്ങളൊരു ടീച്ചറാണോ? ആർ യു എ സ്റ്റുഡൻറ്, നിങ്ങളൊരു വിദ്യാർത്ഥിയാണോ? ആർ യു എ നേഴ്സ്, നിങ്ങളൊരു നേഴ്സാണോ? ആർ യു എ യൂട്യൂബർ, നിങ്ങളൊരു യൂട്യൂബർ ആണോ?
അപ്പോൾ ഡു യു ലൈക്ക് ടീ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ചായ ഇഷ്ടം ആണോ എന്നാണ് ചോദ്യം. അപ്പം ഞാൻ പറഞ്ഞു ഈ ആണോ എന്ന് പറയണമെങ്കിൽ ആറിയോ ആണ് വേണ്ടത്. പക്ഷെ ഇവിടെ ഞാൻ ഡു യു ഉപയോഗിച്ചതിൻ്റെ കാര്യം എന്താ? ഇപ്പോൾ ഇഷ്ടമാണോ എന്നല്ല ഞാൻ ചോദിച്ചത്. നിങ്ങൾക്ക് പൊതുവെ ചായ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടീ? പൊതുവെ ചായ ഇഷ്ടമാണോ? ഡു യു ലൈക്ക് ടീ? അപ്പോൾ വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലായോ? ഡു യു ഉപയോഗിക്കുമ്പോൾ വേർബ് ഫസ്റ്റ് വേർബ് തന്നെ ആയിരിക്കണം. അത് നിങ്ങൾ മറന്നു പോകരുത്. അത് നമ്മുടെ ശീലങ്ങൾ ചോദിക്കാൻ, നമ്മുടെ ഹാബിറ്റൊക്കെ ചോദിക്കാൻ, ഡെയിലി റുട്ടീൻ ചോദിക്കാൻ, ഇതിനൊക്കെയാണ് നമ്മൾ ഡു യു ഉപയോഗിക്കുന്നത്. ആർ യു നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ അഡ്ജക്റ്റീവ് വരാം, നൗൺ വരാം, വേർബ് ING ഫോമിലും വരാം. ക്ലിയർ? അവിടെ ആർ യു കേട്ട് വേർബ് കൊണ്ടുപോയിട്ട് ബേസ് ഫോമിൽ നിങ്ങൾ ഇട്ട് കൊടുക്കരുത്. ING ഫോമിൽ തന്നെ ഇട്ട് കൊടുക്കണം. ഇന്ന് എനിക്ക് മൈക്കില്ല കേട്ടോ, അത് കുറച്ച് ശ്രദ്ധയോടെ കേൾക്കണേ. അത്ര ഇമ്പോർട്ടൻ്റ് ആയ ക്ലാസ്സുമാണ്, ശ്രദ്ധിച്ച് കേൾക്കണം. മൈക്കിൽ ഞാൻ നോക്കുമ്പോൾ ചാർജ് ഇല്ല, അതാ പറ്റി. അപ്പോൾ ആർ യു മനസ്സിലായി, ഡു യു മനസ്സിലായി. അപ്പോൾ ഞാൻ കമൻറ്റ് ബോക്സിൽ 1-2 സെൻറ്റൻസുകൾ കൊടുക്കും കേട്ടോ. അപ്പോൾ ഒരു ചോദ്യം നിങ്ങൾക്ക് എന്നോട് ചോദിക്കാം, ഈ കോൺഫിഡൻറ്റ് എന്നൊക്കെ ഉള്ളത് വേർബ് അല്ലേ? അല്ല കേട്ടോ, അത് അഡ്ജക്റ്റീവാണ്. അത് അഡ്ജക്റ്റീവാണ്, മറന്നു പോകരുത് കേട്ടോ. അപ്പോൾ കമൻറ്റ് ബോക്സിൽ കൊടുക്കുന്ന സെൻറ്റൻസ് നിങ്ങൾ ഇംഗ്ലീഷിൽ തന്നെ ട്രാൻസ്ലേറ്റ് ചെയ്ത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ വീണ്ടും സെൻഡ് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും ക്ലാസ്സുകൾ മനസ്സിലാവുന്നുണ്ടെന്ന് വിചാരിക്കുകയാണ്. ഞാൻ അടുത്ത ദിവസം തന്നെ ലൈവ് ക്ലാസ് വരുന്നുണ്ട്. നമുക്ക് ലൈവ് വേർബെല്ലാം കൂടി ഒന്നിച്ച്, വേർബല്ല ടെൻസസ് എല്ലാം കൂടി ഒന്നിച്ച് ഒരൊറ്റ ലൈവ് ക്ലാസ് നമുക്ക് തീർക്കാൻ പറ്റും. നമ്മൾ അടുത്ത ദിവസം അതെന്നാ വേണ്ടേ എന്നും കൂടിയുള്ളത് നമ്മുടെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇന്നത്തെ ഞാൻ പറഞ്ഞില്ലേ, നിങ്ങളൊന്നെങ്കിലും ഇത് വെച്ചിട്ട് കേൾക്കണം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ്സുകൾ മനസ്സിലായി എന്ന് വിചാരിക്കുകയാണ്. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. കാരണം ഞാൻ നിങ്ങൾക്ക് വേണ്ടി തരുന്നില്ല. അപ്പോൾ നിങ്ങളും എനിക്കൊരു സപ്പോർട്ട് തരിക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ നിങ്ങൾ പോകരുത്. പിന്നെ അതേപോലെ തന്നെ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ അറിയിക്കുകയും കൂടി ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത ദിവസം വീണ്ടും കാണാം. താങ്ക് യു.